ുള്ളത് നിങ്ങൾക്ക് സപ്നെ കാബി ഹക്നെ അതൊരു പോയമാണ്. ഒരു സ്വപ്നത്തെക്കുറിച്ച് മാത്രമുള്ളൊരു കവിതയാണ്. അതായത് എന്താണ്, സപ്ന സപ്ന ഹോത്ത, അതായത് സ്വപ്നം സ്വപ്നം മാത്രമാണ്. സപ്നയ്ക്ക് कोई ഭാഷ नहीं होती, जाति नहीं होती, धनी निर्धन का भेदभाव नहीं होता, പടേ സപ്നെ പർ എക് കവിത. അപ്പം എന്താണ്, സ്വപ്നത്തിന് പ്രത്യേക ഭാഷയില്ല, ജാതിയില്ല, പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന വ്യത്യാസമില്ല. സ്വപ്നത്തെക്കുറിച്ചൊരു കവിതയാണ് നമുക്ക് തരുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് ഡോക്ടർ ജെ ബാബു എന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹിന്ദിത പ്രദേശ് ഹിന്ദി സാഹിത്യകാരോമേ പ്രമുഖ കവി ഹെ ഡോക്ടർ ജെ ബാബു. അതായത് കേരളത്തിലെ പ്രശസ്തരായ ഹിന്ദി സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ഡോക്ടർ ജെ ബാബു. उनका जन्म കേരള രാജ്യക്ക് തിരുവനന്തപുരം 1952 को हुआ. അദ്ദേഹം സമകാലീന വിഷയങ്ങൾ ആസ്പദമാക്കി ഹിന്ദി ഭാഷ അദ്ദേഹം അനേകം രചനകൾ നടത്തിയിട്ടുണ്ട്. മുക്തധാര, उलझन और उलाहना उनकी कविताओं का संकलन है. विभाषा अखिल भारतीय कहानी पुरस्कार और हिंदीतर ഭാഷി ലേഖ പുരസ്കാർ സെ വേ സമ്മാനിത് ഹെ. അപ്പോൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് അദ്ദേഹം തൻ്റെ രചനകളിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. അതായത് പോയത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ്, ഒരു മുറി മാത്രമുള്ള ഒരു കുടിലിൽ ഇരുന്നുകൊണ്ട് ഒരു സ്വപ്നം കാണുന്ന ഒരു സാധാരണ ഒരു സ്ത്രീ തൊഴിലാളിയാണ് ഇതിൻ്റെ അകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സപ്നെ കാബി ഹക്നെ, അത് സ്വപ്നം കാണാൻ നമുക്ക് എന്താണ് അതിരുകളൊന്നും തന്നെ ഇല്ല, എപ്പോൾ വേണേലും നമുക്ക് സ്വപ്നം കാണാം. അപ്പോൾ കവി എന്താണ് ഈ പോയത്തിലൂടെ പറഞ്ഞത് നമുക്ക് നോക്കാം. एक कमरे वाली झोंपड़ी में बच्चे के सो जाने पर मैं अपनी मन दीवार पर अपना विस्तृत घर खींचने लगा. അപ്പോൾ ഒരു ഒറ്റമുറിയുള്ള ഒരു കുടിലിൽ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ, മനസ്സിൻ്റേതായ സ്വപ്നങ്ങൾ വിസ്തൃതമാക്കാൻ തുടങ്ങി. അതായത് എൻ്റെ മനസ്സിൽ കുറേയധികം സ്വപ്നങ്ങളുണ്ട്. അതിലൊരു സ്വപ്നമായിരുന്നു എന്താണ്, എനിക്ക് നല്ലൊരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഈ ഒരു സാധാരണ സ്ത്രീ തൊഴിലാളി അവളുടെ മുറിയിലിരുന്ന് സ്വപ്നം കാണുകയാണ്. വലിയൊരു വീട് വെച്ച് ആ വീട്ടിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് അവൾ സ്വപ്നത്തിലൂടെ കാണുന്നത്. ഖാനെ പീനേക്ക് അലക് അലക് കമര. അപ്പോൾ അവൾ സ്വപ്നം കാണുമ്പോൾ എന്താണ്, കഴിക്കാനും കുടിക്കാനും തിന്നാനും ഉറങ്ങാനും ഒക്കെ സെപ്പറേറ്റ് റൂമുള്ള ഒരു വീടായിരിക്കണം. ഇപ്പോൾ അവൾ താമസിക്കുന്ന ഒറ്റ മുറി ഒരു വീട്ടിലാണ്. അപ്പോൾ സ്വപ്നം കാണുമ്പോൾ ഇതെന്താണ്, ഇതെല്ലാം സെപ്പറേറ്റ് റൂമുള്ള ഒരു വീടായിരിക്കണം. രസോയ് യദി ബൈഠക് നിക്കട്ട് രക്തി തോ പൂജ ക കമര കഹാ ഹോഗ. അപ്പോൾ അടുത്ത് തന്നെ അടുക്കള വേണം, ഡൈനിങ് ഹാൾ എല്ലാം വേണം. പക്ഷേ പൂജാമുറി എവിടെ വെക്കും എന്ന് അവൾ സ്വപ്നത്തിൽ ആലോചിക്കുന്നതിന്. ऊपर की मंजिल में भगवान को बिठाने का कमरा भी बन गया तो मेरी समस्याएं सभी दूर हो गई. അപ്പോൾ രണ്ടാമത്തെ ഒരു നിലയും കൂടി പണിത് അതിൽ ഭഗവാനെ വെക്കാനുള്ളൊരു മുറിയും കൂടി പണിത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൂരെ മാറുമെന്ന് ഇവൾ ചിന്തിക്കുകയാണ്. कंक्रीट की छत के नीचे पीले रंग की दीवारों के मध्य में खिड़की दरवाजे सब रख दिए. അതായത് കോൺക്രീറ്റ് की छत, റൂഫ് അങ്ങനത്തെ ആയിരിക്കണം, കോൺക്രീറ്റിൽ പണിതതായിരിക്കണം. നീച്ചെ പീലെ രംഗ്, താഴെ എന്താണ് മഞ്ഞ കളറിലായിരിക്കണം വൈറ്റ് വാഷിനൊക്കെ അടിക്കേണ്ടത്. ദിവാരോं के मध्य में खिड़की दरवाजे सब रख दिए, അതായത് മതിലുകളുടെ ഇടയിലായിട്ട് വാതിലും ജനലും എല്ലാം വേണം. ഇതൊക്കെ അവളുടെ സ്വപ്നങ്ങളാണ്. സംഗമർമർ കി ചമക് ജമീൻ പർ ഉസ് ചമക്. പിന്നെ എന്താ, താഴെ തറ എന്തായാലും ഫ്ലോർ എപ്പോഴും എന്താണ് മാർബിളിൻ്റെ തറയായിരിക്കണം. ചമക്തി മേസ് കുർസിയം, അതിൻ്റെ അകത്ത് അപ്പം എന്താണ് ജമീൻ പർ ഉസ് ചമക് പർ ചമക്തി മേസ് കുർസിയം, അതായത് മാർബിളിൻ്റെ ഇതിലായിരിക്കണം റൂമിൻ്റെ താഴെയെല്ലാം ഫ്ലോർ ചെയ്യേണ്ടത്. പിന്നെ അതിലെല്ലാം തിളക്കത്തിൽ മേശയും കസേരയും ടി വി, ഹോം തിയേറ്റർ, ബൈഠക് മീൻ ബാത്ത്, ഇതെല്ലാം ഹോം തിയേറ്റർ അടക്കം എല്ലാം റൂമിൻ്റെ അകത്ത് വേണം. മേശ വേണം, കസേര വേണം, പിന്നെ തിളങ്ങുന്ന ഫ്ലോറായിരിക്കണം, അത് മാർബിൾ പീസിട്ട ഫ്ലോറായിരിക്കണം. ഗ്രാനൈറ്റ് ചമക്തി രസോയ്മ, പിന്നെ എന്താണ് അടുക്കളയിൽ ഗ്രാനൈറ്റ് ആയിരിക്കും ഇടേണ്ടത്. ഫ്രിഡ്ജ് ഓർ മൈക്രോവേവ്, ഇതെല്ലാം അവിടെ വേണം. ഫ്രിഡ്ജ് വേണം, മൈക്രോവേവ് വേണം. സാത് ഖൗനെ പർ സ്യാദാ സേ സ്യാദാ ചമക് ഔർ ഷാൻ സെ രഹത്തി സോയ്. അപ്പം അടുക്കള കാണാൻ എന്താണ് വളരെ ഭംഗിയായിരിക്കണം, തിളങ്ങി നിൽക്കണം എന്നൊക്കെയാണ് ഇവളുടെ സങ്കല്പം. അപ്പോൾ അവളങ്ങനെ സ്വപ്നം കണ്ട് ഉറങ്ങുന്ന സമയത്ത് മസഹരി സുരക്ഷാമി ജമീൻ പർ ദൂബ്, അപ്പം എന്താണ് കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടി അവളൊരു കൊതുതിരിയോടെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫയലിനെ തക് നീന്തുമേ പടിമേ മകർ നീതി, അങ്ങനെ അവൾ ആ ഉറക്കത്തിലേക്ക് വളരെ ആണ്ടുപോയ സമയത്ത്
ഖുൽനെ പൂർവ് ഹി നോട്ടീസ് ബാങ്ക് കി അധമക്കി സപ്നെ മേ. പെട്ടെന്ന് അവൾ സ്വപ്നത്തിൽ കൂടെ തന്നെ കാണുകയാണ് ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വന്നത്. സ്വപ്നം കണ്ടപ്പോഴത്തേക്കും അവളെന്താ സ്വപ്നത്തിൽ നിന്ന് തന്നെ അവൾ ചാടി എണീറ്റു. അപ്പോഴാണ് ഓർക്കുന്നത് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിലൊരു വീട് വെച്ചു, പക്ഷേ അവസാനം എന്താ വേണ്ടത്, ബാങ്ക് ജപ്തി നോട്ടീസ്. അങ്ങനെ അവളുടെ സ്വപ്നം അതോടെ തീർന്നു. അപ്പം ഇതാണ് അവളുടെ സ്വപ്നത്തെ കണ്ട ഒരു വീടിൻ്റെ ഭാവനകൾ. അതാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞത്, അത് പോയത്തിൽ പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ജെ ബാബു ആണ്. ഓക്കെ.